റബ്ബറിനെ കുറിച്ച് പഠിച്ച പാർട്ട് 1 നമ്മൾ നാച്ചുറൽ റബ്ബറാണ് കണ്ടത്. ഇനി നമുക്ക് സിന്തറ്റിക് റബ്ബർ എന്താണെന്ന് കാണാം. സിന്തറ്റിക് റബ്ബർ are synthetic rubbers are synthetic polymers having same or similar physical properties as rubber. നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ചില പോളിമേഴ്സ് വിച്ച് ഹാവ് സെയിം ഓർ സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആസ് റബ്ബർ, അതിനെയാണ് സിന്തറ്റിക് റബ്ബർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നിയോപ്രീൻ, ബ്യൂട്ടൈൽ റബ്ബർ, ബ്യൂണ റബ്ബർ, തയോക്കോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. നിയോപ്രീൻ ഈസ് പോളിക്ലോറോപ്രീൻ. ഓക്കെ, എന്താണ് അപ്പോൾ ക്ലോറോപ്രീൻ എന്ന് പറഞ്ഞാൽ? ക്ലോറോപ്രീൻ ഈസ് 2-chloro-1,3-butadiene. അപ്പോൾ 1,3-butadiene നോക്ക്, 1 2 3 4 4 കാർബണാറ്റമുള്ള ഒരു മോളിക്യൂൾ. 4 കാർബണാറ്റമുള്ള മോളിക്യൂൾ ബ്യൂട്ടൈൻ ആണ്. അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഫസ്റ്റ് കാർബണിലും ഉണ്ട് ഡബിൾ ബോണ്ട്, 2 3. തേർഡ് കാർബണിലും ഉണ്ട് ഡബിൾ ബോണ്ട്. അതുകൊണ്ട് അതിനെ 1,3-butadiene എന്ന് പറയും. പക്ഷേ ഇതിനകത്ത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ക്ലോറിൻ ഉണ്ട്. അതുകൊണ്ട് അതിനെ 2-chloro-1,3-butadiene എന്ന് പറയും. ഇതിനെയാണ് ക്ലോറോപ്രീൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ ഓഫ് ക്ലോറോപ്രീൻ ഗീവ്സ് നിയോപ്രീൻ. ഇറ്റ് ഈസ് യൂസ് ഫോർ മേക്കിംഗ് ബെൽസ്, ഹോസസ്, ഷൂ ഹീൽസ്, സ്റ്റോപ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ കൺവെയർ ബെൽറ്റുകളാണ്. അപ്പോൾ സാധനങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ബെൽറ്റുകളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഉണ്ടാക്കാനാണ് ഈ നിയോപ്രീൻ യൂസ് ചെയ്യുന്നത്. ഇതെന്തുവാണിത്? ഇത് ഹോസാണ്, വെള്ളം അടിക്കുന്ന ഹോസ്. അപ്പോൾ ഇതെല്ലാം നിയോപ്രീൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഷൂസ്, ചില വാട്ടർ റെസിസ്റ്റൻറ്റ് ഷൂസ് എല്ലാം നിയോപ്രീൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് ബ്യൂട്ടൈൽ റബ്ബർ. Butyl rubber is formed by the copolymerization of isobutene with isoprene. ഒരേ മോണോമർ യൂണിറ്റ് അല്ല, 2 ഡിഫറെൻറ്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് ബ്യൂട്ടൈൽ റബ്ബർ. 2 ഡിഫറെൻറ്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പ്രോസസ്സിനെയാണ് കോപോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഐസോബ്യൂട്ടിലീൻ, ഐസോബ്യൂട്ടീൻ തന്നെയാണ് ഐസോബ്യൂട്ടിലീൻ. അപ്പോൾ ബ്യൂട്ടൈൻ 1 2 3 4 കാർബണാറ്റുള്ള മോളിക്യൂളിന് ബ്യൂട്ടൈൻ എന്ന് പറയും. അതിനകത്ത് CH3 ട്വൈസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, CH3 ട്വൈസ് C ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഐസോ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഐസോ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് ഉള്ളൊരു 4 കാർബൺ മോളിക്യൂളിനെ ഐസോബ്യൂട്ടിലീൻ അല്ലെങ്കിൽ ഐസോബ്യൂട്ടീൻ എന്ന് വിളിക്കും. ഐസോബ്യൂട്ടിലീൻ നമ്മുടെ ഐസോപ്രീൻ, സാധാരണ റബ്ബറിൻ്റെ മോണോമറായ ഐസോപ്രീനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന പോളിമറിനെയാണ് ബ്യൂട്ടൈൽ റബ്ബർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്യൂട്ടൈൽ റബ്ബറിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഒരു ഡബിൾ ബോണ്ടുള്ള ഒരു മോണോമർ ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ബ്യൂട്ടൈൽ റബ്ബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ട്യൂബ്സ് ആൻഡ് ടയേഴ്സ്. ടയറുകളും ട്യൂബുകളും ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റബ്ബറാണ് ബ്യൂട്ടൈൽ റബ്ബർ. അടുത്ത ടൈപ്പ് ഓഫ് റബ്ബർ ബ്യൂണ റബ്ബർ. എന്തുവാണ് ബ്യൂണ റബ്ബർ? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് ബ്യൂട്ടാഡൈൻ. ഓക്കെ, അപ്പോൾ ബ്യൂട്ടാഡൈൻ്റെ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന റബ്ബറിനെ ബ്യൂണ റബ്ബർ എന്ന് പറയും. ഈ ബ്യൂട്ടാഡൈൻ പോളിമറൈസേഷൻ നടക്കുന്നത് എപ്പോഴും സോഡിയത്തിൻ്റെ പ്രസൻസിലാണ്. ഇത് തന്നെ 2 തരമുണ്ട്, ബ്യൂണ എസും ബ്യൂണ എയും. അപ്പോൾ ആദ്യം നമുക്ക് ബ്യൂണ എസ് എന്താണെന്ന് നോക്കാം. ബ്യൂണ എസ് ഓർ SBR, സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ, അതാണ് SBR ഓർ GRS, ജനറൽ പർപ്പസ് റബ്ബർ സ്റ്റൈറീൻ. ഓക്കെ, അപ്പോൾ ഈ 3 പേരിലും അറിയപ്പെടുന്നത് ഒരേ സാധനമാണ് ബ്യൂണ എസ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോപോളിമറൈസേഷൻ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് സ്റ്റൈറീൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം. അതൊരു മിസ്റ്റേക്കാണ്, സ്റ്റൈറീൻ എന്നാണ് വരേണ്ടത്. സൾഫർ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് സ്റ്റൈറീൻ. ഓക്കെ, സ്റ്റൈറീൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം. അപ്പോൾ ഈ സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്ങിൽ ഒരു CH ഡബിൾ ബോണ്ട് CH2 ഗ്രൂപ്പ് വരുന്നതാണ് സ്റ്റൈറീൻ. ബെൻസീൻ റിങ് ആണ്. അപ്പോൾ നടുക്കൊരു എന്താ പറയുന്നത്, ഡീലോക്കലൈസേഷൻ കാണിക്കണം. അപ്പോൾ ബ്യൂട്ടാഡൈൻ പോളിമറൈസ് ചെയ്ത് എലോൺ പോളിമറൈസ് ചെയ്താൽ ബ്യൂണ റബ്ബർ, സാധാരണ ബ്യൂണ റബ്ബർ. ബ്യൂട്ടൈൽ റബ്ബറും ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ഒന്നിച്ച് കോപോളിമറൈസ് ചെയ്താൽ അതിനെ ബ്യൂണ എസ്. എന്താണ് ഈ ബ്യൂണ
ബ്യൂട്ടൈൽ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം, അതാണ് ബ്യൂണ. സോഡിയത്തിന് Na എന്നല്ലേ പറയുക, അതുകൊണ്ടാണ് ബ്യൂണ എസ്. അപ്പോൾ ബ്യൂണ എസ് ബ്യൂട്ടഡൈൻ പ്ലസ് സോഡിയം പ്ലസ് സ്റ്റൈറീൻ. അപ്പോൾ ഇതാണ് ബ്യൂട്ടഡൈൻ്റെ പോളിമറൈസേഷൻ ഇൻ പ്രസൻസ് ഓഫ് സ്റ്റൈറീൻ. ബ്യൂട്ടഡൈൻ എടുത്തു, അത് N മോളിക്യൂൾസ് സ്റ്റൈറീനുമായിട്ട് റിയാക്ട് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹീറ്റ് ചെയ്യണം, അന്നേരം ഉണ്ടാകുന്ന റബ്ബറിനെ ബ്യൂട്ടഡൈൻ സ്റ്റൈറീൻ കോപോളിമർ SBr ഓർ ബ്യൂണ എസ് എന്ന് പറയും. അതിന് വേറൊരു പേര് GRS. It is used for making automobile tires, shoe soles, etc. Shoe soles, etc. Okay, this is Buna rubber. അപ്പോൾ ബ്യൂട്ടഡൈൻ്റെ പോളിമറൈസേഷൻ ഉണ്ടാകുന്ന ബ്യൂണ റബ്ബർ, അത് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. ബ്യൂണ എസും അടുത്തത് ബ്യൂണ എന്നും. ഓക്കെ, അപ്പോൾ ബ്യൂണ എന്നിനെ നമ്മൾ GRA എന്നും വിളിക്കും, അതായത് ജനറൽ പർപ്പസ് റബ്ബർ അക്രിലോ നൈട്രൈൽ. അപ്പോൾ ഇതിനകത്തെ ഒരു മോണോമർ ബ്യൂട്ടഡൈനും രണ്ടാമത്തെ മോണോമർ അക്രിലോ നൈട്രൈലും ആണ്. അക്രിലോ നൈട്രൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിനൈൽ സയനൈഡ്. വിനൈൽ സയനൈഡും അക്രിലോ നൈട്രൈലും ഒരേ ഇതാണ്, അതുകൊണ്ട് ഞാൻ രണ്ട് പേരും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ബ്യൂണ എൻ. ബ്യൂണ എൻ ഈസ് ഫോംഡ് ബൈ ദ കോപോളിമറൈസേഷൻ ഓഫ് ബ്യൂട്ടഡൈൻ ആൻഡ് വിനൈൽ സയനൈഡ് ഇൻ പ്രസൻസ് സോഡിയം. ഇത് ബ്യൂണ റബ്ബർ ഉണ്ടാകുന്ന സോഡിയത്തിൻ്റെ പ്രസൻസിൽ മാത്രമാണ്, അതുകൊണ്ടാണ് ബ്യൂട്ടഡൈൻ പ്ലസ് സോഡിയം, അതാണ് ബ്യൂണ റബ്ബർ. അത് എൻ എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് സൈനോ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് N എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ GRA എന്നാണ് അതിന് വേറൊരു പേര്, ജനറൽ പർപ്പസ് റബ്ബർ അക്രിലോ നൈട്രൈൽ. അതിന് വേറൊരു പേര് പെർബ്യൂണ എന്നും വിളിക്കും, പെർബ്യൂണ N. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കോപോളിമറൈസ് ചെയ്തുണ്ടാവുന്നതിനെ ബ്യൂണ N എന്ന് പറയും. ഓക്കെ, ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഫ്യൂവൽ ടാങ്ക്സ് ആൻഡ് പൈപ്സ്. ഫ്യൂവൽ ടാങ്ക്സും പൈപ്സും ഉണ്ടാക്കാനാണ് ഈ ബ്യൂണ N അല്ലെങ്കിൽ GRA അതും അല്ലെങ്കിൽ പെർബ്യൂണൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നിയോപ്രീൻ കണ്ടു, ബ്യൂട്ടൈൽ റബ്ബർ കണ്ടു, ബ്യൂണ റബ്ബർ കണ്ടു. അടുത്തത് തയോക്കോൾ. തയോക്കോൾ ഈസ് എ പോളിമർ ഓഫ് എത്തിലീൻ ക്ലോറൈഡ് ആൻഡ് സോഡിയം ടെട്രാ സൾഫൈഡ്. ഇതുവരെ കണ്ടതുപോലത്തെ ഒരു പോളിമർ അല്ല ഇത്. ഇത് എത്തിലീൻ ക്ലോറൈഡും സോഡിയം ടെട്രാ സൾഫൈഡ്. അപ്പോൾ ഇത് എന്ത് തരം പോളിമർ ആയിരിക്കും? ഡബിൾ ബോണ്ട് ഇല്ല. ഡബിൾ ബോണ്ട് ഉള്ള പോളിമേഴ്സ് എല്ലാം തന്നെ അഡീഷൻ പോളിമേഴ്സ് ആയിരിക്കും. ഡബിൾ ബോണ്ട് ഉള്ള മോണോമേഴ്സ് ആഡ് ചെയ്തുണ്ടാകുന്ന പോളിമേഴ്സ് അഡീഷൻ പോളിമേഴ്സ് ആണ്. ഇത് കണ്ടൻസേഷൻ പോളിമർ ആണ്. തയോക്കോൾ ഈസ് ദ കണ്ടൻസേഷൻ പോളിമർ ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ ക്ലോറൈഡ് ആൻഡ് സോഡിയം ടെട്രാ സൾഫൈഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എൻ ഓയിൽ റെസിസ്റ്റൻറ്റ് സിന്തറ്റിക് റബ്ബർ. അപ്പോൾ ഇത് ഓയിൽ റെസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓയിലുമായിട്ട് കോണ്ടാക്ട് വരുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനാണ് ഈ തയോക്കോൾ റബ്ബർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, തയോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അതിനകത്ത് സൾഫർ ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ തയോക്കോൾ എന്ന് വിളിക്കുന്നത്. It is used to make engine gaskets and other parts which come into contact with oil. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കാം? ഫ്യൂവൽ ടാങ്ക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ഫ്യൂവൽ ഹോസസ് ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് ഈ തയോക്കോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എത്തിലീൻ ക്ലോറൈഡ്. അപ്പോൾ എത്തിലീൻ എന്ന് പറഞ്ഞാൽ CH2CH2, അതിനകത്ത് ഡബിൾ ബോണ്ട് മാറി അവിടെ ക്ലോറിൻ വരുന്നതാണ് എത്തിലീൻ ക്ലോറൈഡ്. അതും സോഡിയം ടെട്രാ സൾഫൈഡ്. അപ്പോൾ രണ്ട് സോഡിയം, നടുക്ക് സൾഫർ ആറ്റംസ് വരുന്നതാണ് സോഡിയം ടെട്രാ സൾഫൈഡ്. ഈ സോഡിയം ടെട്രാ സൾഫൈഡ് ഒരു മോളിക്യൂളും 2 മോളിക്യൂൾ എത്തിലീൻ ക്ലോറൈഡും കൂടി കണ്ടൻസ് ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് തയോക്കോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സോഡിയം ക്ലോറൈഡും ഇവിടെ ഒരു സോഡിയം ക്ലോറൈഡ് പോയി, നടുക്ക് ടെട്രാ സൾഫൈഡ് ഉണ്ട്, രണ്ട് സൈഡിലും CH2 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് തയോക്കോൾ ആൻഡ് ഇറ്റ് ഈസ് എൻ യെല്ലോ സോളിഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിന്തറ്റിക് പോളിമേഴ്സ്. ഏതൊക്കെയാണ്? നിയോപ്രീൻ, ബ്യൂട്ടൈൽ റബ്ബർ, ബ്യൂണ റബ്ബർ ആൻഡ് തയോക്കോൾ. അപ്പോൾ ഇതോടെ നമ്മൾ ഈ മോഡ്യൂൾ ഇവിടെ തീരുവാണ്. നമ്മൾ മോഡ്യൂൾ 6 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിതിനകത്ത് പോളിമേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഒരു നാച്ചുറൽ പോളിമറായ ടെർപ്പീൻ കണ്ടു, പിന്നെ റബ്ബർ അത് നാച്ചുറലും കണ്ടു,
സിന്തറ്റിക്കും കണ്ടു. ഓക്കെ, താങ്ക് യു.